കോൾ വിളിച്ചിട്ട് അവരെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇനി മസ്റൂറ മോളെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യും, മുത്തുമോനെയും കൊണ്ട് അങ്ങ് പോ, മസ്റൂറ മോളെ ഞാനിവിടെ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോണിൽ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് മസ്റൂറ മോളെ കൊണ്ട് ചെന്നാൽ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, മസ്റൂറ മോളെ കൊണ്ട് ചെന്നാൽ ഇനി പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൊല്ലടാ തലാക്കെന്ന് പറഞ്ഞു. അപ്പോഴ് ഇത്രയും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച്. കാരണം മസ്റൂറ മോൾ ആ ഒരു വാക്ക്, അറം പറ്റിയ ഒരു വാക്ക് എൻ്റെ കൂടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊല്ലടാ തലാക്കെന്ന്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിവാഹം എന്നത് ഓരോ പെൺകുട്ടിയുടെ ഒരു സ്വപ്നമാണ്. ആ വിവാഹം ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് നമുക്കൊരു ജീവിതത്തിന്റെ അനുഭവമെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം പിടിച്ചു നിൽക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അതൊന്നും ശരിയാവത്തില്ല എങ്കിൽ അത് വിവാഹബന്ധം വേർപെടുത്തുക തന്നെ ചെയ്യും. അതുപോലെയാണ് നെജിലയുടെ കാര്യം. നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ആ നെജില എന്ന് പറയുന്ന ആ സഹോദരി അനുഭവിക്കുന്ന കുറെ ദുഃഖങ്ങൾ, 3 കുട്ടികളുമായിട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ. ആ ഫസ്റ്റ് മാരേജ് അത് പോയി. രണ്ടാമത് അധികം നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ആദ്യത്തെ ഒരു മാരേജ് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ രണ്ടാമത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയിട്ടായിരിക്കും രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ ദുരിതമാവുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ അത് പറഞ്ഞ ഫസ്റ്റ് കല്യാണത്തില് കുട്ടിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് അയാൾ വിവാഹം കഴിച്ചത്. ശരിക്കും പറഞ്ഞ ആദ്യമൊക്കെ സ്നേഹവും കാര്യമൊക്കെ ആയിരിക്കും. അതിപ്പോ നെജിലയുടെ കാര്യം മാത്രമല്ല കേട്ടോ, പലരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ആദ്യമൊക്കെ ഒരു കല്യാണം, ഒരു കുട്ടി ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അത് നോക്കിയും കണ്ടും തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നോക്കിക്കൊള്ളാം, മറ്റേതാ മറിച്ചതാ തേന വല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കും. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഈ കുട്ടി എന്നും രണ്ടാം തരമായി മാറ്റി നിർത്തപ്പെടാൻ ചാൻസ് ഒരുപാടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ നെജിലയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുചെന്നാൽ അവളെ പീഡിപ്പിക്കും, ആ പൊടി കുഞ്ഞിനെ പീഡിപ്പിക്കുമെന്നാണ് നെജിലയുടെ രണ്ടാം ഹസ്ബൻഡ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ നെജില ആയിട്ടാണ് സഹിച്ചത്. സ്വന്തം മകളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ അവന്റെ മുന്നിൽ ഇനി എന്ത് വിശ്വാസത്തില് ആ കുട്ടിയെ നെജില അവിടെ കൊണ്ടുവന്ന് നിർത്തും? എന്തായാലും ഈ ബന്ധം പോയത് തന്നെ കാര്യമായി. ആ നെജിലേക്ക് ഒരിക്കലും ഒരു സമാധാനത്തോടുകൂടി ഒരു ജീവിതം ഉണ്ടാവത്തില്ല അവന്റെ കൂടെ. കാരണം അവന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് വീണത് കൊണ്ട്. അല്ലാതെ അടിയോ വഴക്കോ ബഹളോ അതൊക്കെ ഇല്ലാത്ത വീടുകളില്ല. പക്ഷെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ പീഡിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ഒരു ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പൊടി അലർജിയായി കൊച്ചിനെയും കൊണ്ട് പിന്നെ അകത്തെ ബാത്റൂം ശരിയാക്കണമായിരുന്നു. അവിടെ ഷീറ്റിട്ട വീടായിരുന്നു, ആസ്പെറ്റാസ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് സംസാരങ്ങൾ എന്തോ വിഷയമായി, സംസാരമായി. പിന്നെ ഞാൻ അങ്ങോട്ട് അപ്പം പറഞ്ഞ് നീ അങ്ങ് വീട്ടിൽ പോയി നില്ല് നെജില, എനിക്ക് നിന്നെയും കുട്ടീനെയും വേണം എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ വിവാഹമല്ലേ അദ്ദേഹത്തിൻ്റെയും. അങ്ങനെ ഇങ്ങ് വന്ന് നിന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്റൂറായ ചൊല്ലി സംസാരമായി. ഇവിടെ നിന്ന് വലിയമ്മയും വലിയപ്പായും ഒക്കെ നമ്മുടെ ആൾക്കാരൊക്കെ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോഴത്തേക്കൊക്കെ അവർ അമ്പിലും വില്ലിലും നിൽക്കാത്ത അവസ്ഥയായി. നമ്മൾ പിന്നെ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്രയും പോയില്ല. അങ്ങനെ ഫാമിലി കോർട്ടിൽ നമ്മൾ സംസാരിച്ചും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് ലാസ്റ്റ് ഇതിൽ നമ്മളെ എടുത്ത്, അവർക്ക് ഫ്രിഡ്ജ് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത് ഒരു ദിവസം ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് എന്നെ 3000 രൂപ എനിക്ക് മാസം ചിലവിന് തരുമായിരുന്നു ഗൾഫിൽ നിന്നിട്ട്. അപ്പോഴെനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ആദ്യത്തെ അതിന് എനിക്ക് 5000 രൂപ ചിലവിന് തരുമായിരുന്നു എനിക്ക് മസ്റുമോൾക്കും. രണ്ടാമത്തത് 3 രൂപ തരുമായിരുന്നു മോൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ അപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു വൈകിട്ട് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് അവരെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇനി മസ്റൂറ മോളെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യും, മുത്തുമോനെയും കൊണ്ട് അങ്ങ് പോ, മസ്റൂറ മോളെ ഞാനിവിടെ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോണിൽ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് മസ്റൂറ മോളെ കൊണ്ട് ചെന്നാൽ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, മസ്റൂറ മോളെ കൊണ്ട് ചെന്നാൽ
ഇനി പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൊല്ലടാ തലാക്കെന്ന് പറഞ്ഞു. ചൊല്ലടാ തലാക്കെന്ന് പറഞ്ഞു. അപ്പോഴ് ഇത്രയും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച്. കാരണം മസ്റൂറ മോൾ ആ ഒരു വാക്ക്, അറം പറ്റിയ ഒരു വാക്ക് എൻ്റെ കൂടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊല്ലടാ തലാക്കെന്ന്. തലാക്ക് ചൊല്ലാൻ പറഞ്ഞു. കാരണം എല്ലാം അഭിനയിച്ച് സ്വർണം മൊത്തവും പോയി പണയം വെച്ച് വണ്ടി ഇറക്കി. ആ വണ്ടിക്ക് വേണ്ടി ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ആ വണ്ടി കൊടുത്ത രംഗം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. CC നിർത്തി അത് ഞാൻ പറയാം കാര്യങ്ങൾ. അങ്ങനെ ഫാമിലി കോർട്ടിൽ അവർ കേസിന് വിളിക്കുമ്പോൾ ഇവരാരും വരൂല. ഗൾഫിൽ നിൽക്കുകയല്ലേ അദ്ദേഹം. നമ്മൾ 28 ദിവസത്തെ ദാമ്പത്യമേ ഉള്ളൂ. അങ്ങനെ മസ്റൂ മോളും മുത്തുമോനും എനിക്ക് ചെലവിന് തരാണ്ടായി, ഒന്നുമായി. ആദ്യമൊക്കെ നല്ല രീതിയിലാണ്. പിന്നെ എന്തോ ഒരു കാര്യത്തിന് അവരെ ആരോ വിളിച്ചിട്ട് വാപ്പാനെ ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഇനി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല. ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോഴും നോക്കിയപ്പോഴാ വക്കീലിൻ്റെ പോസ്റ്റ്മാൻ വിളിക്കുന്നു. വക്കീലിൻ്റെ ഒരു കത്ത് പള്ളിയിലും വന്ന് എനിക്കും വന്ന്. ആദ്യത്തെ ഒരു ജമാഅത്ത് അറിയാതെ കല്യാണം നടത്തിയോണ്ട് എൻ്റെ അത് മാത്രമേ ജമാഅത്ത് അറിഞ്ഞ് വിവാഹം രജിസ്റ്ററും ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് എങ്ങനെ കെട്ടിയെന്നൊന്നും എനിക്കറിയില്ല. നമ്മളടുത്ത് പറഞ്ഞത് അവർ കല്യാണം അങ്ങനെയൊക്കെയാണ്. പിന്നെയാണ് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതൊക്കെ പോട്ടെ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മസ്റൂ മോളെ വേദനയും മസ്റൂറ മോള് എന്നെ വിട്ട് പിരിയില്ല. നിങ്ങളാണ് എങ്കിൽ ഈ ഒരു മകളെ എനിക്ക് നമ്മൾ മക്കളെ കളഞ്ഞിട്ട് പോവോ? ചിലപ്പം ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷെ എനിക്ക് അവരുടെ മസ്റൂറായെ കളയാൻ പറ്റൂല. കാരണം എനിക്ക് മുത്തുമോനും മസ്റൂ മോളും തുല്യതയാണ്. എൻ്റെ വയറ്റിൽ കുരുത്ത മക്കളാണ്. അതുകൊണ്ടാണ് പറയണത് രണ്ടാമത്തെ ഒരു വിവാഹം കഴിക്കുമ്പം എപ്പോഴും നമ്മൾ ആലോചിച്ചും കണ്ടിട്ട് മാത്രമേ വിവാഹം ചെയ്യാവൂ. ഇത് വാഗ്ദാനത്തിന്റെ പുറത്തൊന്നും ഒരു വിവാഹം ചെന്ന് കഴിക്കാൻ അവർ കല്യാണത്തിന് മുമ്പ് പല കോപ്രായവും കാണിക്കും. പൊന്നുപോലെ നോക്കിയോളാം. പിന്നെ ഈ മോള് കരയുന്നത് ഞാൻ കണ്ട്. ഉമ്മച്ചി പോട്ടാന്ന് ചോദിച്ചപ്പോൾ വിമ്മി, 3 വയസ്സ് കഴിഞ്ഞില്ലേ, വിമ്മി പൊട്ടുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് അന്ന് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ജോലിക്ക് ഇറങ്ങിക്കോളാം. എനിക്ക് എൻ്റെ 2 മക്കളും എനിക്ക് തുല്യതയാണ്. എനിക്ക് മസ്റൂറായെ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റൂല. ഇനി ഏത് ബന്ധുക്കൾ ഇപ്പോഴും പല ബന്ധുക്കളും പറഞ്ഞ് ഈ ഘട്ടം വന്നപ്പോൾ മസ്റൂറായിഞ്ഞതാ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇത്രയും കാലം വളർത്തിയ ഞാൻ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും പട്ടിണിയിലാണെങ്കിലും ഞാൻ ചേർത്ത് പിടിച്ച ഞാൻ കൊടുക്കുമോ എൻ്റെ മകളാ? നിങ്ങൾ പറയും, നിങ്ങൾ കൊടുക്കുമോ മകളാ? പറഞ്ഞു വന്നും കൊച്ചു മരിച്ചെന്നും ഇത്രയെല്ലാം നമ്മൾ പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. പക്ഷെ ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല. നമുക്ക് കെറുവൊന്നുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്കിന്നിപ്പോൾ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞാൻ മസ്റൂറാൻ്റെ കാര്യത്തിൽ നീറി പുകഞ്ഞേനെ. അപ്പം അതൊന്നും എനിക്ക് വിഷയമില്ല. ഞാൻ അനുഭവിച്ച കാര്യം എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പോഴെനിക്ക് 2 മക്കളുമായി. ഒരു തന്തയ്ക്ക് വേണ്ടി എടുത്ത് 2 മക്കളായി. അങ്ങനെ വന്ന് അടുത്ത മാസം 16-ാം തീയതി ഒരു തലാക്ക് വന്നു. അപ്പം ജമാഅത്തിൽ ചെന്നപ്പോൾ വിളിച്ച് ജമാഅത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കൈപ്പറ്റി കോടതിയിൽ നിന്നാണ്. ആ കൈപ്പറ്റിയ കടലാസ് ഞാൻ കാണിക്കുന്നില്ല. 1-ാം തലാക്ക്. ഇപ്പം മുത്തലാക്ക് നിർത്തിയോണ്ട് ആണുങ്ങൾക്ക് കളിച്ചാൽ അത് കേസാവും. അതുകൊണ്ട് 1 മാസം ഇടവിട്ട് 3 തലാക്ക്. ഞാൻ 3 സ്വീകരിച്ച് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് വാക്യങ്ങൾ പറഞ്ഞുതരാം. വക്കീലിൻ്റെത്. ഞാൻ ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിച്ചു വരുന്നത്. ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ആളിനെ കെട്ടേണ്ട കാര്യം ഇല്ല. പിന്നെ എൻ്റെ മസ്റൂ മോൾക്ക് അങ്ങനെ ഒരു വാപ്പയെ തലാക്ക് ചൊല്ലിയിട്ട് ഒരാളൂടെ എനിക്ക് വ്യഭിചാരത്തിൽ കഴിയേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കണ്ണുനീര്, വാപ്പ ഉമ്മ നാണം കെട്ട് കണ്ണുനീര്. കുറേ പേരിൽ ഒരാളെൻ്റെ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെടുത്ത് ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം ഷംസുദ്ദീൻ്റെ കാര്യവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ജസ്റ്റ് ഒന്ന് ഞാൻ മറന്നു കളഞ്ഞ കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞതല്ല സത്യം, ഇതാണ് സത്യം. ഞാൻ മറന്ന കാര്യമാണ്. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് വന്ന ഫോൾട്ട്. മക്കളുണ്ട്. ഞാൻ ആരെടുത്തും ചെലവിന് ഇന്നും വല്ലാഹി സത്യം കോടതി ചെലവ് വിധിച്ചിട്ടും മുത്തുമോനിക്ക് ഒരു ചെലവും ഞാൻ മേടിക്കുന്നില്ല. പലതവണയും ഞാൻ പറഞ്ഞു മുത്തുമോൻ ഇങ്ങനെ ഫോൾട്ട് ഉള്ളതാണ്, കോടതിയിൽ എന്ന് പറഞ്ഞത് എന്തെങ്കിലും തരണം. അങ്ങനെ കോടതിയിൽ കേസ് അങ്ങനെ. പിന്നെ ഞാൻ കേസിനും കാര്യങ്ങളൊന്നും പോവാതിരുന്നു. വസ്തു അറ്റാച്ച്മെൻറ്റ് അവിടുത്തെ 5 സെൻറ്റ് വസ്തു അറ്റാച്ച്മെൻറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കൊടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ നിന്ന് മേടിച്ച 1 ലക്ഷം രൂപ അച്ചാരം എനിക്ക് തിരികെ തരണം. അങ്ങനെ വക്കീലുമായിട്ട് സംസാരിച്ച് ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ ഇതേപോലെ കാര്യങ്ങളാണ്. തലാക്ക് 3 ചൊല്ലി. ഞാൻ എന്തെന്നറിയാമോ, എൻ്റെ മസ്റൂറ മോളെ പീഡിപ്പിക്കുമെന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിനെ പിന്നെ ഒരു ഉമ്മ അങ്ങനെ ഒരാൾ അന്യപുരുഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിച്ച് മുമ്പ് നിർത്തും? അതുകൊണ്ട് വേണ്ട. നമുക്കിപ്പം പീഡനമായാലും എന്തൊരു വന്നാലും ശരിയല്ല. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട തന്നെയാണ്. എനിക്ക് ഒരു ഭർത്താവിനല്ല ആവശ്യം. എന്നെ മക്കളെ സ്നേഹിക്കുന്ന എനിക്ക് മസ്റൂറ മോളെ ഒന്ന് കെയർ ചെയ്യുന്ന ഒരാളിനെയായിരുന്നു എനിക്ക് ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഫോൾട്ട് എന്ന് തോന്നി. അല്ലാ, ഒരു പെണ്ണിന് ഈ അവസ്ഥ വരാതിരിക്കട്ടെ.
പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഈ ഫോൾട്ട് നിങ്ങൾ അറിയണം. കുറേ പേർക്ക് എന്നിട്ടങ്ങ് കുത്തി കമൻറ്റിലൂടെ നോവിച്ച് പലരും, ഞാൻ പറയുമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞു, നീ അത്രയ്ക്ക് സഹിയിടങ്ങി നിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞോ എന്ന് പറയുന്നു. അന്നന്ന് ഈ ആരെയും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സങ്കടപ്പെട്ടിരുന്ന സമയത്തും എന്നെ പുച്ഛിച്ച് തള്ളിയ സമയത്തും. അതുകൊണ്ട് ഇന്നെനിക്ക് അള്ളാഹു ഒരു ഇത് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ മസ്റൂ മോളെ ഒരൊറ്റ വാക്കേ പറഞ്ഞു, ഇനി ആരെയും കൊണ്ട് എന്നെ വാപ്പാന്ന് വിളിപ്പിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവൾക്ക് നൊന്ത്. അവൾക്ക് ഈ ഡാൻസ് കാര്യങ്ങളിലൊന്നും അധികം കഴിവില്ലെങ്കിൽ അവൾ അൽഹംദുലില്ലാ നന്നായിട്ട് പഠിക്കും. ഇന്നലെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ പറ്റിയത് ക്ഷമിക്കുന്നത്. ഈ 30 ദിവസവും ഈ 31 വരുമ്പോൾ ഈ മാറി വരും. അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ റെക്കോർഡ് മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, എഡിറ്റിങ്ങും കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാൻ കിളിമാനൂർ വരെ പോകണം. കുറച്ച് തുണികളൊക്കെ കഴുകി മക്കളെവിടെ ഞാൻ ഡെയ്മേ ലൈഫൊക്കെ ചെയ്യാൻ എനിക്ക് എഡിറ്റിങ് അറിയണം. അതൊക്കെ ഒന്ന് നോക്കി പഠിക്കണം. ഒന്നിന് സമയമില്ല മക്കളെ സ്കൂളിൽ ഇതാട്ട വിളിച്ച് പോയി തിരിച്ചു കൊണ്ടുവന്ന് മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ. അപ്പോഴ് അൽഹംദുലില്ലാ സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അങ്ങനെ മസ്റൂറ മോൾക്ക് ഒരു ഇന്ന് ആ ലൈഫ് തുടർന്നു പോയിരുന്നു എങ്കിൽ ഒന്നീ ഞാൻ ആത്മഹത്യ ചെയ്തേന, അല്ലെങ്കിൽ മസ്റൂറ മോളെ എനിക്ക് എന്നേക്കുമായിട്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോയേന, ഇവിടെ ആയിപ്പോയേന. അതുകൊണ്ട് വേണ്ട, എൻ്റെ മക്കളെ ഞാൻ വളർത്തിയനെ. ഇപ്പോൾ 2 ജീവിതവും പരാജയമായി. 2017 ഞാൻ കല്യാണം കഴിക്കുന്നത്. അവിടെയും പരാജയം. ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും കൂടെ പിന്നെ വഴക്കായി, പയ്യാവലി. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. എല്ലാം പോട്ടെ. എനിക്കിപ്പോൾ തലാഖ് ചൊല്ലിയരെ എടുക്കേണ്ട കാര്യം ഇല്ല. എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. എനിക്ക് കുടിയൻ്റെ കൂടെ ജീവിക്കണ്ട. സ്വന്തം മക്കളാരെങ്കിലും ഈ പറയുന്നവരെ വീട്ടിലൊക്കെ ഇരിപ്പുണ്ട്, കുടിയൻ്റെതായിട്ട് ജീവിക്കാൻ വിടാത്ത. അങ്ങനെയുള്ള മക്കളെ കൂടെ അങ്ങനെയുള്ള ഒരു മക്കളെ കുടിയൻ്റെ കൂടെ വിടാൻ ഒരു മാതാവും ആഗ്രഹിക്കൂല. അവൻ്റെയൊക്കെ അടിയിടിയും കൊണ്ട് മക്കളും ഇല്ലാണ്ടായി, മനസ്സുരുവി. എന്തൊരുണ്ടാക്കി കൊടുത്താലും ബാക്കി രുചിയില്ല. ചട്ടിയും കലവും ചവിട്ടി, അടിവയറ്റിലും ചവിട്ടി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അടിയിടി. ഇനി എനിക്ക് ഈ ശരീരത്ത് അടിയിടിയും ഇല്ല. അന്ന് റബ്ബിനെ മുറുകെ പിടിച്ച്, ഇന്ന് റബ്ബിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും. ഞാൻ അനുഭവിച്ച ജീവിതം വെച്ചിട്ട് ഒരുപാട് പെൺപിള്ളേർ എന്നെ വിളിക്കും, കുട്ടികൾ എന്നെ വിളിക്കും, ഇങ്ങനെ അമ്മക്ക് പറ്റിപ്പോയി, വാപ്പാക്ക് പറ്റിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല, പൊടി കുട്ടികളാണ്. അപ്പോഴും ഞാൻ പറഞ്ഞെന്താണ്, തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ നിൽക്കണം. പിന്നെ എൻ്റെ ജീവിതം തകർന്നത് നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നൊരു കയറി കിടക്കാൻ വീടായി, പച്ചവെള്ളമെങ്കിലും കുടിച്ചാൽ സന്തോഷമായി, സമാധാനമായി. പിന്നെ ഒരു കാര്യമുണ്ട്, രണ്ടാമത്തെ ഭർത്താവ് എന്നെ ഒരു നുള്ളു അടി കൊണ്ടുപോലും നോവിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. 28 ദിവസത്തെ ഒരു ദാമ്പത്യം, അതിലൊരു കുഞ്ഞ്. ഇതാണ് മക്കളെ നമ്മുടെ ജീവിതം. പോട്ടെല്ലാം പോട്ട്. ഇനി വേണ്ട, ആരും വേണ്ട. ഞാനും എൻ്റെ മക്കളും ഇങ്ങനെ അങ്ങ് ജീവിക്കും. ഈ പ്രായമൊക്കെ അങ്ങ് കിടക്കും.